അതുപോലെ തന്നെ ബോട്ട് കരയ്ക്കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി പാർപ്പിട പദ്ധതികൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം തുടക്കി വെച്ചത് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ആ ചുമതല എന്നെ തന്നെ അദ്ദേഹം ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹത്തെക്കുറിച്ച് ഇത്തരത്തിൽ നെഗറ്റീവായി പറയരുതേ പ്ലീസ്. ഇതിപ്പോൾ ഒന്നാമത്തെ ഘട്ടത്തിൽ തീരാൻ പോകുന്നതേ ഉള്ളൂ. വളരെ സജീവമായിട്ടുള്ള മൂവ്മെന്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഹാപ്പിയാണ്. നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നുള്ള നല്ല പ്രതീക്ഷയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. തിരുവനന്തപുരം മണ്ഡലത്തിലെ MLA ആയിരുന്ന ആന്റണി രാജു പരസ്യ പ്രചരണത്തിൽ സജീവമല്ല എന്നുള്ളൊരു പ്രചാരണമുണ്ട്. അതിനെന്താണ് മറുപടി? അല്ല, ആന്റണി രാജു സാറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയല്ലേ. അദ്ദേഹത്തിന്റെ ഒരു സോഷ്യൽ മീഡിയയിൽ വലിയൊരു ക്ലിപ്പിംഗ് വന്നിട്ടില്ല. ഇപ്പോൾ ആ ക്ലിപ്പിംഗിലൂടെ തന്നെ അദ്ദേഹം എല്ലാവിധ ബ്ലെസ്സിങ്സും എല്ലാവിധ പിന്തുണയും എനിക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഉള്ളപ്പോൾ ഈ ഒരു ചോദ്യത്തിന് വലിയ പ്രസക്തി ഉണ്ടോ? ഇന്നലെ LDF കൺവെൻഷനിൽ അടക്കം ഇവിടുത്തെ MLA ആയിരുന്ന ആള് പങ്കെടുത്തില്ല എന്നുള്ളൊരു സാധനമാണ്. ഏതാണ്? ഇന്നലത്തെ കൺവെൻഷനിൽ അടക്കം പങ്കെടുത്തില്ല എന്നുള്ളൊരു ഇതുണ്ട്. അല്ല, ഇന്നലെയാണല്ലോ ആ വീഡിയോ ക്ലിപ്പിംഗ് വന്നത്. അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിൽ വന്നേനെ. ഇന്നലെയാണ് ആ വീഡിയോ ക്ലിപ്പിംഗ് വന്നത്. ആ വീഡിയോ ക്ലിപ്പിംഗിൽ വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പമാണെന്നും എന്നെ വിജയിപ്പിക്കാനുള്ള എല്ലാവിധ പിന്തുണയും നൽകണമെന്നും അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആന്റണി രാജു സാറ് വളരെ നല്ല രീതിയിൽ കാഴ്ചവെച്ച ഒരു മുൻ മന്ത്രിയും കൂടിയാണ് അദ്ദേഹം. കാഴ്ചവെച്ച ഭരണത്തിന്റെ ഒരു തുടർച്ച പലപ്പോഴും പല മേഖലയിൽ ആവശ്യമാണ്. പ്രത്യേകിച്ച് പൂന്തുറ പ്രദേശങ്ങളിൽ ഒരു വലിയ ഗ്രൗണ്ടിന്റെ ഒരു ഫയൽ വരെ പൂർത്തിയായി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ബോട്ട് കരയ്ക്കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി പാർപ്പിട പദ്ധതികൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം തുടക്കി വെച്ചത് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ആ ചുമതല എന്നെ തന്നെ അദ്ദേഹം ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹത്തെക്കുറിച്ച് ഇത്തരത്തിൽ നെഗറ്റീവായി പറയരുതേ പ്ലീസ്. പൂർണ്ണമായിട്ടുള്ള പിന്തുണ പേഴ്സണലായിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്നെ മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പൂർണ്ണമായ പിന്തുണ അറിയിച്ചത് കൊണ്ട് തന്നെയല്ലേ ആ വീഡിയോ ക്ലിപ്പിംഗ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ തവണ മത്സരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ സാങ്കേതികമായി ഉള്ളത് കൊണ്ടാണ്. അത് വ്യക്തമാണല്ലോ എല്ലാം. എന്നിട്ട് ഈ വിധ ചോദ്യങ്ങൾ മീഡിയയിലൂടെ പലപ്പോഴും ചോദിക്കുമ്പോൾ അദ്ദേഹത്തെ കൊച്ചാക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കൊച്ചാക്കുന്നത് പോലെയോ അല്ലേ. അത് വളരെ മോശമാണ്. അങ്ങനെ പറയരുത്. വ്യക്തത 100%. മീഡിയ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുന്നതിന് 100% ഉത്തരം തരുന്നു. നിങ്ങളടുത്ത് എത്തുന്നത് അങ്ങനെയായിരിക്കാം. യു ക്യാൻ ആസ്ക് പ്ലീസ്. നമുക്ക് വളരെ ഹീ ഈസ് ഹൈലി കോപ്പറേറ്റിംഗ് വിത്ത് us.